ഒരു പുതിയ സിനിമയുടെ ലൊക്കേഷനിലാണ്. ഏകദേശം ഇന്നത്തോടെ ഞങ്ങളുടെ സിനിമയുടെ ലാസ്റ്റ് ഷെഡ്യൂൾ ഇവിടെ പാക്കപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ സിനിമ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽക്കം ഡ്രിങ്ക്സ് എന്നാണ് നമ്മുടെ സിനിമയുടെ പേര്. ഇതൊക്കെ ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകരാണ്, മുന്നണി പ്രവർത്തകരാണ്. നമ്മുടെ പൊന്നാനിക്കാരനായ ഗായകനും യുവ സംവിധായകനുമായ നസീർ ഹുസൈനാണ് ഈ സിനിമയുടെ സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവുമാണ് ഇത്. ഈ നിൽക്കുന്ന മഹാനാണ് ഇതിൻ്റെ ക്യാമറാമാൻ മിസ്റ്റർ സനൂഫ് വടക്കേക്കാട്. എഡിറ്ററും അദ്ദേഹം തന്നെയാണ്. അതുപോലെ ഈ സിനിമയെ ത്രൂ ഔട്ട് കൊണ്ടുപോകുന്ന, വളരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കഥാപാത്രത്തെ വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് ഏവർക്കും സുപരിചിതനായ ബഷീർ മാരാമുറ്റം. കല്യാണ ചെറുക്കൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ബാപ്പയായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ഇക്ക. അതുപോലെ മറ്റുള്ള കഥാപാത്രങ്ങൾ അഭിനയിപ്പിക്കുന്നവരാണ് നമ്മുടെ റഹ്മാൻ ക, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ്. അങ്ങനെ അതിൻ്റെ ഒരു അസോസിയേറ്റ് ഡയറക്ടേഴ്സായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് മജീദ് മിർഷ. അതുപോലെ ഫസൽ റഹ്മാൻ. ഫസൽ ഇതിൽ നല്ലൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ADI വർക്ക് ചെയ്യുന്ന ഇതിലേറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യനാണ് നമ്മുടെ അൻഷിർ. പിന്നെ നമ്മളതുപോലെ പൊന്നാനിക്കാർക്ക് എപ്പോഴും ഏറെ സുപരിചിതമായ മറ്റൊരു കഥാപാത്രമാണ്, ഒരുപാട് റീലുകളിലൂടെ നമുക്ക് ഏവർക്കും സുപരിചിതമായ നമ്മുടെ ഷിഹാബ്. അതുപോലെ ഇതിലെ ഒരു കാറ്ററിംഗ് മാനേജറുടെ കഥാപാത്രം വളരെ തന്മയത്തോടെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ മിസ്റ്റർ ജസീമിൻ്റെ ഒരുപാട് പുതിയ മൂവീസ് വരാനുണ്ട്. അതുപോലെ ഈ ലൊക്കേഷൻ, ഈ ഒരു ആംബിയൻസ് വളരെ ഫ്രീ ആയി ഞങ്ങൾക്ക് വിട്ടു തന്ന അതിൻ്റെ ഒരു സാരഥിയാണ്, അതായത് മലബാർ എന്ന് പറയുന്ന ഈ ഓഡിറ്റോറിയത്തിൻ്റെ സാരഥി കൂടിയായ അമീൻ നല്ലൊരു പാട്ടുകാരനൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരുപാട് പിന്നണി പ്രവർത്തകർ പോയി കഴിഞ്ഞു. അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. നമ്മുടെ നായിക ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അവരുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പാക്കപ്പായി പോയി. അപ്പോൾ തീർച്ചയായും നിങ്ങളോട് പറയാനുള്ളത്, നസീറിൻ്റെ ഏറ്റവും പുതിയ ഒരു സംരംഭമാണ്. ഇതിനു മുന്നേ അദ്ദേഹം സമയം എന്ന് പറയുന്ന ഒരു മൂവി ചെയ്തിരുന്നു. വളരെ നല്ല റെസ്പോൺസായിരുന്നു. അതിനേക്കാൾ ദൈർഘ്യം കൂടിയ, തികച്ചും ഒരു സിനിമാറ്റിക് മൂഡിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ തിയേറ്ററിൽ വന്നാലും അതുപോലെ OTT എത്തിയാലും നിങ്ങളെല്ലാവരും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം. ഞാനും ഈ സിനിമയിലെ ഒരു ത്രൂ ഔട്ട് കഥാപാത്രത്തെ ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഒരുപാട് സന്തോഷം. എന്തായാലും നമ്മളെ ഒരു ചെറിയൊരു ചിത്രമാണ്, തികച്ചും എൻ്റർടൈനറായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇതിൽ പറയുന്നത്. എല്ലാവർക്കും തമാശകളും എന്നാൽ കുറച്ച് ചിന്തിക്കാനൊക്കെ ഉള്ള ഒരു സബ്ജക്റ്റാണ്. നമ്മളെ പൊന്നാനിയിലുള്ള ഒരു ആർട്ടിസ്റ്റുകളൊക്കെ തന്നെയാണ് നമ്മളിതിൽ അഭിനയിച്ചിട്ടുള്ളത്. നമ്മുടെ